സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. അലക്സ്, ഇപ്പോൾ കേരളത്തിലെ 3 ജില്ലകളിൽ റെഡ് അലേർട്ട് ഉണ്ട്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും. അതുപോലെ തന്നെ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ജില്ലകളുമുണ്ട് 4 അപ്പോൾ അതിശക്തമായ മഴ വരും ദിവസങ്ങളിൽ എന്നതാണോ കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്? ഗോപി, തീർച്ചയായും ബുധനാഴ്ച വരെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്നും നാളെയും കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള 12 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ചൊവ്വ, ബുധൻ ദിവസങ്ങളിലും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴ അത് ബുധനാഴ്ച വരെ തുടരുമെന്ന മുന്നറിയിപ്പാണുള്ളത്. ഇന്ന് അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യത ചില ജില്ലകളിൽ പ്രവചിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് നേരത്തെ ഗോപി സൂചിപ്പിച്ചത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള പ്രവചനമുണ്ട്. ആ 3 ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20 സെന്റിമീറ്ററിന് മുകളിൽ മഴ ഈ മലയോര ജില്ലകളിൽ ലഭിക്കും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. മലയോര മേഖലകളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നുള്ളതാണ് ആവർത്തിച്ച് ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും വ്യക്തമാക്കുന്നത്. ഇന്നു തന്നെ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുന്നറിയിപ്പുള്ളത് തിരുവനന്തപുരത്തും, കൊല്ലത്തും, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലാണ്. 2 ദിവസവും ഇന്നും നാളെയും അത്തരത്തിൽ ഓറഞ്ച് അലർട്ട് ഈ ജില്ലകളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് താനും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മലയോര മേഖല പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മഴ ആരംഭിക്കുന്നത്. അത് ശക്തമായ കാറ്റും ഇടിമിന്നലോടും കൂടിയ മഴയാണ് ലഭിക്കുന്നത്. അത് മലയോര മേഖലയിലും ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലും ഒക്കെ അത് മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ മലയോര മേഖലയിൽ കൂടുതൽ ജാഗ്രത വേണം എന്നുള്ളതാണ് മുന്നറിയിപ്പ്. ഗോപി, പ്രധാനപ്പെട്ട ഒരു കാര്യം, അടുത്ത 36 മണിക്കൂറിനുള്ളിൽ കാലവർഷം ആൻഡമാനിൽ എത്തിച്ചേരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഈ കാലവർഷത്തിന് മുന്നോടിയായി തന്നെ ഈ തെക്കൻ തമിഴ്നാട് തീരത്തടക്കമുള്ള ചക്രവാത ചുഴികളുടെ ന്യൂനമർദ്ദ പാത്തിയുടെയും ഒക്കെ സ്വാധീനമാണ് സംസ്ഥാനത്ത് മഴ കനക്കാൻ കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അത് അങ്ങനെ തന്നെ തുടരും അടുത്ത ദിവസങ്ങളിലും. ബുധനാഴ്ചയോടെ വീണ്ടും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിനോടകം നൽകുന്നുണ്ട്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പൊതുജനങ്ങളും അതുപോലെ സർക്കാർ സംവിധാനങ്ങളും ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപകട സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാനുള്ള നിർദ്ദേശം ലഭിച്ചാൽ അത് അനുസരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ, അതുപോലെ മണ്ണിടിച്ചിൽ ഭീതിയിലുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോടൊക്കെ അത്തരത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകാൻ സാധ്യത ഏറെയാണ്. അത് അവർ പാലിക്കണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട. ഏതായാലും അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ തന്നെ കാലാവസ്ഥാ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. അതിശക്തമായ മഴ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു.